ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 13 1 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ്. വിതക്കാരൻ്റെ ഉപമയാണ്. ഒരുപക്ഷെ ഈ വചനഭാഗം പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് അച്ഛൻ പറയാൻ പോകുന്നത്, എന്താണ് ഈ വചനത്തിലുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒത്തിരി തവണ വായിച്ചു കേട്ട ഒരു വചനഭാഗം. ഒരുപക്ഷെ പറയുന്നതിൻ്റെ ഉൾപ്പൊരുളുകളെല്ലാം യേശു വളരെ ലളിതമായ ഭാഷയിൽ പ്രതിപാദിച്ച ഒരു വചനഭാഗം. യേശു തന്നെ വ്യാഖ്യാനിച്ച അപൂർവം ചില ഉപമകളിൽപ്പെട്ടതാണ് വിതക്കാരൻ്റെ ഉപമ. എന്നിട്ടും എന്തേ ഇന്ന് ഈ വചനം നമ്മൾ ധ്യാനിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഒരു ദർശനം നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. പ്രിയമുള്ളവരെ, ഈ വചനം ആരംഭിക്കുന്നത് തന്നെ ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആർക്കാണ് ഇന്ന് നഷ്ടപ്പെടുത്തിയ എൻ്റെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇഷ്ടമുള്ളത്? ആർക്കുമില്ല. ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന തൃശ്ശൂരിലെ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു ദിവസം ഒരു പയ്യൻ എന്നോട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി വന്ന മക്കളാണ്. ഞങ്ങളുടെ പഴയ ജീവിതം എന്ന് പറയുന്നത് ഏറെ മോശമായ ജീവിതമാണ്. പക്ഷേ എല്ലാ ക്ലാസ്സുകളിലും വരുന്ന എല്ലാ ശുശ്രൂഷകരും, എല്ലാ ബ്രദേഴ്സും ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നശിപ്പിച്ചതിനെക്കുറിച്ച്, നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് പറഞ്ഞ് അത് കേട്ട് ഞങ്ങൾക്ക് തന്നെ തല പൊട്ടിപ്പൊളിയുന്നത് പോലെ, അച്ഛാ, ഞങ്ങളുടെ ഈ പഴയ കാല ജീവിതങ്ങൾ ചെയ്തത് ശരിയാണ്, പറ്റിപ്പോയി, അതൊന്നും ഓർമ്മിപ്പിക്കാതിരുന്നെങ്കിൽ. വളരെ സങ്കടത്തോടു കൂടിയാണ് ആ മകൻ പറഞ്ഞത്. തൻ്റെ ഇന്നലെകളെ ഓർമ്മിക്കുക ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഈ അടുത്ത് ഞാനൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ഒരു മകൻ, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി വന്നൊരു മകൻ, എത്രയോ നല്ലൊരു മോൻ. ആ അമ്മ പറഞ്ഞു, അച്ഛനെന്തിനാ അവനെ ഓർത്തോണ്ടിരിക്കണത്, അവൻ്റെ പേരെന്തിനാ ഓർത്തോണ്ടിരിക്കണത്? ഞാൻ ചോദിച്ചു, എന്തേ? അച്ഛൻ എൻ്റെ മോനെ ഓർക്കുന്നത് എനിക്കിഷ്ടമില്ല. സംഗതി അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ എൻ്റെ മോൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും, അവൻ്റെ ജീവിതത്തിൽ ആ കറുത്ത ദിനങ്ങൾ ഓർമ്മിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അവൻ അങ്ങനെ ആയിരുന്നു എന്ന് അവനോ ഞങ്ങളോ ലോകത്തിൽ ആരോ ഇനി അറിയുന്നതോ ഓർമ്മിക്കുന്നതോ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അച്ഛനെന്താ അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്തത്? അവൻ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് വിധേയനായ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവനൊരു വിവാഹ ജീവിതം, ഭാവി ജീവിതം ഉണ്ടാകുമോ? അച്ഛൻ എന്തിനാ അവനെ വെറുതെ അത് പറഞ്ഞ് ഓർമ്മിപ്പിക്കണത്? അച്ഛനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാമായിരുന്നില്ലേ? പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഒരു മോനെ കണ്ട ഒരു സന്തോഷത്തിൽ ഒരു അമ്മയുടെ മനോഭാവം ഒന്നും ശ്രദ്ധിക്കാതെ ഞാൻ വിളിച്ചു പോയത് ഒരു അപരാധമായോ എന്ന്. ഒരുപക്ഷേ ഇന്നലെകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും ഓർമ്മിക്കുന്നത് ഇഷ്ടമില്ല. പ്രിയമുള്ളവരെ, ഈ ലോകവും ഏറെ ക്രൂരമാണ്. ഒരു മകൻ നശിച്ചിരുന്ന വഴികളിൽ നിന്ന് നല്ലൊരു വഴികളിലേക്ക് സഞ്ചരിച്ചാൽ അവൻ്റെ ഇന്നലെകൾ വെച്ച് വേട്ടയാടുന്ന ഒരു ലോകമാണ് ഈ ലോകം. എന്നിട്ടും എന്തേ യേശു വിതക്കാരൻ്റെ ഉപമയിൽ നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ കുറേയേറെ വിതച്ചത് വഴിയരികിൽ വീണു, മുള്ളുകൾക്കിടയിൽ വീണു, പാറപ്പുറത്ത് വീണു, കിളികൾ കൊത്തിക്കൊണ്ടുപോയി. നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചെല്ലാമാണ് യേശു ആദ്യമേ പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ആഗ്രഹവുമില്ല. 25-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ പോലും പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്. യേശു എന്താണ് ഇവിടെ ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവവുമല്ല. നമ്മുടെ യേശു ചെയ്തത് എന്താ? നിന്റെ ജീവിതത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വചനമാണ് ഈ വചനഭാഗത്തിലെ കണ്ണായ ദർശനം. ശേഷിക്കുന്നവ നല്ല നിലത്ത് വീണു,
അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചു. നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശേഷിക്കുന്നവ കൊണ്ട് 100 മേനി ഫലം ചൂടണമെന്ന് നമ്മളിൽ കൊതി തീർക്കുന്ന ഒരു സ്നേഹമല്ലേ നമ്മുടെ ദൈവം. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ദുഃഖം എന്ന് പറയുന്നത് ദൈവം പോലും എന്നോട് ക്ഷമിക്കൂ എന്നതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലൊരു സ്ത്രീ ഒത്തിരി പാപങ്ങളിലൂടെ കടന്നുപോയൊരു മോളാണ്. അവൾ കരുതി, ഞാൻ ഈ പാപത്തോടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ചത്തുകളയുന്നതാണ്. അവൾ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയി. കടൽ തീരത്ത് ചെന്നപ്പോൾ കടൽ തീരത്ത് നിറയെ കുളിക്കാനും കളിക്കാനും കാണാനും വന്നിട്ടുള്ള ആളുകളുടെ ബഹളമാണ്. അവരുടെ ഇടയിൽ കടലിലേക്ക് ചാടിയാൽ ഒരുപക്ഷെ അവരെന്നെ രക്ഷപ്പെടുത്തിയാലോ. അവൾ അവരെ എല്ലാം ഒഴിവാക്കി ആളൊഴിഞ്ഞ തീരത്തേക്ക് നടക്കുകയാണ്. ആളൊഴിഞ്ഞ തീരത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഒരു ഉൾവിളി പോലെ, ആരോ പറയുന്നത് പോലെ, മോളു നീ ഒന്ന് നിന്നേ, നീ ഒന്ന് തിരിഞ്ഞു നോക്കേ. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ആ മണൽ തീരത്തുകൂടെ, കടൽ തീരത്തുകൂടെ നടന്നു പോന്നപ്പോൾ ചവിട്ടിക്കൊണ്ടു പോകുന്ന വഴികളിലെല്ലാം അവളുടെ കാൽപാദങ്ങള് കറുത്ത പൊട്ടുകൾ പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അവളോട് പറയുന്നത് പോലെ, നോക്കൂ, നിന്റെ ജീവിതയാത്രയിൽ നീ അവശേഷിപ്പിച്ചതെല്ലാം ദേ ഇതുപോലെ പാപപങ്കിലമായ കറുത്ത പൊട്ടുകൾ മാത്രമാണ്. ഇല്ല, ജീവിച്ചിരിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ്. കടലിൽ ചാടാനായി അവൾ ആയവേ പെട്ടെന്ന് കടലിൽ നിന്ന് വലിയൊരു തിരമാല ഈ കടൽ തീരത്തേക്ക് ഇരച്ചു കയറി. അവളുടെ കാലുകൾ നനച്ചുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് തീരത്തേക്ക് കയറി, ഒരു നിമിഷം കൊണ്ട് തീരത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അവൾ നോക്കുമ്പോഴുണ്ട്, അവൾ ചവിട്ടി നടന്നു വന്ന ഈ കാൽപാദങ്ങളെല്ലാം ഈ തിരമാല തൂത്തെടുത്ത് മുഴുവനും സമൂലം വൃത്തിയാക്കിയിരിക്കുന്നു. ഒരു കറുത്ത പൊട്ട് പോലും അവശേഷിക്കാത്ത വിധം. ആരോ അവളുടെ ഉള്ളിൽ പറയുന്നത് പോലെ, ആര് പറഞ്ഞു ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ലെന്ന്? ആര് പറഞ്ഞു ദൈവം പോലും ക്ഷമിക്കത്തില്ലെന്ന്? ദൈവം ക്ഷമിക്കാത്തൊരു പാപവുമില്ല. ഒരു തിരമാലയ്ക്ക് ഒരു നിമിഷം കൊണ്ട് ഒരു കടൽ തീരത്തെ മുഴുവനും തൂത്തെടുത്ത് ക്ലീൻ ആക്കാൻ പറ്റുമെങ്കിൽ ദൈവം എന്ന് പറയുന്ന കരുണക്കടലിനെ നിന്നെ സമൂലം കഴുകിക്കളയാനാകത്തില്ലേ? പ്രിയമുള്ളവരെ, 77-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? പ്രിയമുള്ളവരെ, ദൈവം എന്ന് പറയുന്നത് ഒരു കരുണക്കടലല്ലേ? യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നൊരു ദൈവമല്ല, കുറ്റപ്പെടുത്തുന്നൊരു ദൈവമല്ല, വിധിച്ചു തള്ളുന്നൊരു ദൈവമല്ല. മറിച്ച് ശേഷിക്കുന്നവ കൊണ്ട് നിനക്ക് 30എങ്കിലും 60എങ്കിലും 100എങ്കിലും മേനി ഫലം ചൂടാമോ എന്ന് ചോദിക്കുന്ന സ്നേഹമാണ്. 100% വേണ്ടിയുള്ള ഷാഠ്യം പോലും ദൈവത്തിനില്ലെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കും. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ജയിക്കണമെങ്കിൽ 100-ൽ 35 മാർക്കാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, എന്നിട്ടും 5 മാർക്ക് കൂടെ കുറച്ച് നിനക്ക് 30 പറ്റിയുള്ളൂ, മതി. 60 പറ്റുമോ? വളരെ നല്ല കാര്യം. 100 പറ്റുമോ? വളരെ വളരെ നല്ല കാര്യം. 30-ൽ നിന്ന് 60-ലേക്ക്, 60-ൽ നിന്ന് 100-ലേക്ക് നീ ഫലമാകണമെന്ന് കൊതി തീർക്കുന്ന ഒരു സ്നേഹമാണ്. പ്രിയമുള്ളവരെ, 100% വേണ്ടിയുള്ള കണിശതകളൊന്നും ദൈവത്തിനില്ല. പക്ഷേ 30എങ്കിലും മേനി ഫലം ചൂടണമെന്ന ഷാഠ്യം ദൈവത്തിനുണ്ട് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കും. നെസ്റ്റിൽ കൊട്ടേഷൻ സംഘത്തിൽ അകപ്പെട്ട് കുറേയേറെ കേസുകളും കൂട്ടുകളുമായി വന്നൊരു പയ്യൻ, മദ്യത്തിനും മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു മാൻ. അമ്മ മാത്രമാണുള്ളത്. അപ്പൻ 3-ാം വയസ്സിൽ നഷ്ടപ്പെട്ടതാണ്. ഈ കുട്ടി നെസ്റ്റിൽ വന്നതിന് ശേഷം പോകുന്ന സമയമായപ്പോൾ ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ. ഞാനിവിടെ നിന്ന് പോയി ഇനി നല്ല മോനായി ജീവിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മയ്ക്ക് ഒരു അനുഗ്രഹമായി എനിക്ക് ജീവിക്കണം. അച്ഛാ, എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞൊരു ബ്രദർ പറഞ്ഞു, മരിച്ചു എന്ന് കേട്ടേക്കാം,
പക്ഷെ കുടിച്ചു എന്ന്, മദ്യപിച്ചു എന്ന് ഇനി ആരും കേൾക്കില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് ഞാൻ നെസ്റ്റിൽ നിന്ന് പോയത് എന്ന്. അച്ഛാ, ഇന്ന് അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ പറയുന്നു, ഇന്നൊരു 8 ദിവസമാണ് എനിക്ക് ജീവിതമുള്ളത് എങ്കിൽ 8 ദിവസം മദ്യപിക്കാതെ, എൻ്റെ അമ്മയെ കണ്ണീര് കുടിപ്പിക്കാതെ, എൻ്റെ അമ്മയ്ക്ക് സന്തോഷം പകർന്ന് ജീവിച്ച് കടന്നു പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം അച്ഛൻ പ്രാർത്ഥിക്ക്. അങ്ങനെ ഈ മകൻ നെസ്റ്റിൽ നിന്ന് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഫോളോപ്പിന് വേണ്ടി ഈ മകൻ മടങ്ങി വരുന്ന കാഴ്ച, അവനും അവൻ്റെ അമ്മയും. ഇവനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി അമ്മ വന്നത് കരഞ്ഞ് തളർന്ന് പ്രതീക്ഷയും ഒന്നുമില്ലാതെ നിരാശയോടുകൂടെയാണ്. ആ അമ്മ ഒരാഴ്ചയ്ക്ക് ശേഷം ഇവൻ്റെ കൂടെ വരുന്നത് ചിരിച്ചു കളിച്ച് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി വളരെ സന്തോഷത്തോടുകൂടെ. ഈ അമ്മനോട് പറഞ്ഞു, അച്ഛാ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അച്ഛനറിയോ, 3-ാം വയസ്സിൽ അവൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം ഞാൻ അവന് വേണ്ടി ജീവിക്കുമായിരുന്നു. ചെറിയച്ഛനും വലിയച്ഛനും എല്ലാവരും ഇവൻ നല്ല മോനാകാൻ വേണ്ടി ഏറെ സഹായിച്ചു. പക്ഷേ ഇവൻ +2 ആയപ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി. പിന്നീട് ഇവൻ കാറ്ററിംഗ് സർവീസിലേക്ക് പോയി. അവിടെ ജോലി ചെയ്ത് അമ്മയെ പോറ്റണം എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഏതൊക്കെയോ അടിപിടി കേസിൽപ്പെട്ടു. പിന്നീട് അറിഞ്ഞു കൊട്ടേഷൻ സംഘത്തിലാണ്. പിന്നീടാണ് അറിഞ്ഞത് അവൻ കഞ്ചാവിനും മറ്റൊക്കെ അടിമയാണെന്ന്. അങ്ങനെ അച്ഛൻ അറിയൂ, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് എൻ്റെ മകൻ്റെ കൂടെ തല ഉയർത്തി ഞാൻ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊരു പരിപാടിക്ക് പോയി. വർഷങ്ങളായി ഞാൻ പോകാറില്ല. അവൻ കുടിച്ചാടി നടക്കുമ്പോൾ അവൻ്റെ പുറകിൽ തലകുനിച്ച് കരഞ്ഞുകൊണ്ടെന്നും നടക്കാൻ മാത്രമായിരുന്നു എനിക്ക് വിധി. എല്ലാ ബന്ധുക്കളും എന്നെ ചീത്ത പറയുമായിരുന്നു. നിന്റെ വളർത്തു ദോഷം, നീ ഇളതരം വെച്ചു കൊടുക്കുന്നത് കൊണ്ട്, നീ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്നും അവർക്ക് എന്നെ ചീത്ത പറയാനേ നേരമുള്ളൂ. എന്നും അവർ മകനെ കാണുമ്പോൾ അവനെ ആവോളം ചീത്ത പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ബന്ധുക്കളുടെ വീട്ടിൽ വരാൻ ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ എൻ്റെ മകൻ്റെ കൂടെ ഇന്ന് സന്തോഷത്തോടു കൂടെ അവിടെ ചെന്നപ്പോഴുണ്ട് അച്ഛാ, ചെറിയച്ഛനും വലിയച്ഛനും അമ്മമാരും എല്ലാവരും എൻ്റെ മോനെ വിളിച്ചു മടിയിലിരുത്തുന്നു, അവന് ചായ കൊടുക്കുന്നു, അവന് ഉമ്മ കൊടുക്കുന്നു, അവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മോനു, ഇതുപോലൊരു മോനായി എൻ്റെ മോൻ ജീവിച്ചാൽ മതി. എല്ലാവർക്കും വലിയ സന്തോഷമായി, എനിക്കും വലിയ സന്തോഷമായി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊന്ന് തല ഉയർത്തി എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഒന്ന് ചെന്നത്. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ, ഇനി അമ്മയുടെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ അമ്മേനെ ഞാൻ വിഷമിപ്പിക്കില്ല. എൻ്റെ അമ്മയെ വിട്ട് ഞാൻ ഒരിടത്തും പോകണില്ല. അച്ഛാ, എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ഈ മോനെ നല്ലൊരു മോനാക്കി തിരിച്ചു തന്നതിന് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മോൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞു, അവനൊരു കാലത്തും നന്നാകത്തില്ല, ഇവൻ നന്നാകണേൽ ഭേദം നമ്മുടെ നാട്ടിലെ കാക്കകളെല്ലാം മലർന്നു പറക്കുന്നതാണ് എന്ന്. അച്ഛാ, കാക്കകളൊക്കെ മലർന്നു പറന്നു എന്നറിയത്തില്ല. പക്ഷെ എൻ്റെ മോൻ, അച്ഛൻ പ്രാർത്ഥിക്കണം ഇവൻ്റെ നിലനിൽപ്പിൻ്റെ വരത്തിനു വേണ്ടി. പ്രിയമുള്ളവരെ, എന്നിട്ട് അമ്മനോട് പറഞ്ഞു, ഒരു 8-9 വർഷമായി ഇവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് എന്നിൽ നിന്ന് അകന്നിരുന്ന സമയത്ത് ഞാൻ കുടിച്ച കണ്ണീരും, ഞാൻ അനുഭവിച്ച വേദനകളും, ഞാൻ അനുഭവിച്ച വിഷമങ്ങളും പരിഹാസങ്ങളും അവഹേളനങ്ങളും ഒറ്റപ്പെടുത്തലുകളെല്ലാം ഈ ഒരു 6 ദിവസത്തെ എൻ്റെ മോൻ്റെ ഈ നന്മ കൊണ്ട്, സ്നേഹം കൊണ്ട്, സാമീപ്യം കൊണ്ട് എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി. മുമ്പൊക്കെ ഇവനെ കാണുന്നതേ എനിക്ക് ദേഷ്യമായിരുന്നു, കാണുന്നതേ എനിക്ക് വിഷമമായിരുന്നു, കാണുന്നതേ എനിക്ക് നിരാശയായിരുന്നു. ഇന്ന് ഇവനെ കാണുന്നത് എനിക്ക് വീണ്ടും സന്തോഷമായി. പ്രിയമുള്ളവരെ, ഒരു അമ്മയുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിയതൊന്നും ഓർക്കുന്നതിലല്ല, ശേഷിക്കുന്നവ കൊണ്ട് ഫലമായി തീർന്നതിൻ്റെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെയും സന്തോഷം ഇത് തന്നെയല്ലേ? നമ്മുടെ ദൈവത്തിൻ്റെ സന്തോഷം ഇത് തന്നെയാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് കുറ്റം വിധിക്കുന്ന ദൈവമല്ല, എഴുതി തള്ളുന്ന ദൈവമല്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ദൈവമേ അല്ല. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ശേഷിക്കുന്ന ജീവിതം കൊണ്ട്, എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല, ഉള്ള ജീവിതം കൊണ്ട്, ഉള്ള സമയം കൊണ്ട്, ഉള്ള അവസരം കൊണ്ട്
നീ 30എങ്കിലും 60എങ്കിലും 100എങ്കിലും മേനി ഫലം ചൂടണമെന്ന് കൊതി തീർക്കുന്നൊരു ദൈവമാണ്. പ്രിയമുള്ളവരെ, ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കുമെന്ന്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചല്ല, ശേഷിക്കുന്നവയെ കൊണ്ട്, നിന്റെ മുമ്പിലുള്ള സാധ്യതകളെ കുറിച്ച് നിന്നിൽ കൊതി തീർക്കുന്നൊരു ദൈവം. എസെക്കിയായുടെ പുസ്തകം അധ്യായം 33 14-16 വാക്യങ്ങൾ ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല, അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 21-ാം തീയതി വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ മത്തായിയെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്, ചുങ്കക്കാരനായ മത്തായി. പ്രിയമുള്ളവരെ, ഇന്നലെകളെ ഓർക്കുന്ന മത്തായിയെ കുറിച്ച് വചനം പറയുമ്പോൾ അവൻ ആയിത്തീർന്നതിനെ കുറിച്ചാണ് ദൈവം നമ്മുടെ മനസ്സിൽ കാണിക്കുന്നത്. ഇന്നലെ അവൻ അങ്ങനെ ആയിരുന്നിരിക്കാം, ഇന്ന് ഇങ്ങനെ ഒരു സാധ്യതയില്ലേ? നമ്മൾ ഇന്ന് പൂജ്യരായി കണക്കാക്കപ്പെടുന്ന ഓരോ മക്കളുടെയും ഇന്നലെകളെ അല്ലല്ലോ ദൈവം നോക്കിയത്, ഇന്നലെകളെ ദൈവം നോക്കാറേ ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, പാപിനിയായ മഗ്ദലേന മറിയത്തിന്റെ ഇന്നലെകളെ ദൈവം യേശു നോക്കിയിരുന്നുവെങ്കിൽ അവൾ വിശുദ്ധ മഗ്ദലേനയായി മാറുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ സ്നേഹരാഹിത്യത്തെ കുറിച്ച്, തന്നെ തള്ളിപ്പറഞ്ഞതിനെ കുറിച്ച്, താൻ അണച്ചു പിടിച്ചിട്ടും തന്നെ വിട്ടുപേക്ഷിച്ചതിനെ കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ കേപ്പ വിശുദ്ധ പത്രോസായി തീരുമായിരുന്നില്ല. അവനെയാണ് സഭയുടെ ഒന്നാമനായി പ്രഥമനായി യേശു നിയമിച്ചത് എന്ന് ഓർക്കണം. തൻ്റെ സഭയെ, തൻ്റെ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നിരുന്ന സാവൂളിനെയാണ് യേശു വിശുദ്ധ പൗലോസാക്കി തൻ്റെ അപ്പസ്തോല ഗണത്തിലേക്ക് ഉയർത്തിയത് എന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, അവൻ്റെ ഇന്നലെകളെയാണ്, അവൻ്റെ ഇന്നലെകളുടെ ചെയ്തികളെയാണ് യേശു ഓർത്തിരുന്നത് എങ്കിൽ വിശുദ്ധ പൗലോസ് ഇന്നുണ്ടാകുമായിരുന്നു. ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അഗസ്തീനോസ്, പ്രിയമുള്ളവരെ, അഗസ്തീനോസിന്റെ ജീവിതത്തിന്റെ മോശം ചെയ്തികളെ കുറിച്ച് അറിയാത്തതാരാണുള്ളത്? ആ ചെയ്തികളെയാണ് ദൈവം നോക്കിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് വിശുദ്ധനായ ഒരു അഗസ്തീൻ നമുക്കുണ്ടാകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധന്റെ പുറകിലും ഒരുപക്ഷെ ഇന്നലെകളുടെ അശുദ്ധിയുടെ ഒരു സഞ്ചാരപഥമുണ്ടായേക്കാം. അത് ഓർക്കുന്നത് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. അവനും അവൾക്കും അങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെ ആയിക്കൂടാ? പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം നിരാശപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന വചനമല്ല, പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷിപ്പിക്കുന്ന വചനമാണ്. നിന്റെ ഇന്നലെകളെ കുറിച്ച് കുറ്റം വിധിക്കുന്ന ദൈവമല്ല. വചനം പറയുന്നുണ്ട്, പാപം നിന്നെ വേട്ടയാടും, പാപത്തിൽ നിന്ന് നീ തിരിച്ചു നടന്നാൽ കൃപ നിന്നെ വേട്ടയാടും. പ്രിയമുള്ളവരെ, ആ കൃപയുള്ള മോനായി തീരാൻ നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെയാണ്, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ പഴയ നന്മകളിലേക്ക് തിരിച്ചു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനത്തിന് അവസാനം യേശു പറയുന്നത് ഇങ്ങനെയാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം നമുക്ക് ചെവി നൽകിയിട്ടുണ്ട്, വചനം നൽകിയിട്ടുണ്ട്. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഇനിമേലിൽ കുറ്റപ്പെടുത്തി നശിപ്പിക്കുന്നവരല്ല, സ്വയം കുറ്റപ്പെടുത്തി നാശത്തിലേക്ക്, ഞാൻ നശിച്ചു, ഇനി എനിക്ക് രക്ഷപ്പെടാനാവില്ല, ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല എന്ന കുറ്റബോധത്തിൽ നശിക്കേണ്ടവരുമല്ല.
പാവാവബോധത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് പുതിയ സൃഷ്ടികളായി മാറാൻ, പുതിയൊരു ജന്മമായി മാറാൻ, ഞാൻ നശിപ്പിച്ചതെല്ലാം ദൈവത്തോട് ചേർന്ന് തിരിച്ചു പിടിച്ച് മറ്റുള്ളവർക്ക് സന്തോഷമായി തീരാൻ, സ്വർഗത്തിൽ സന്തോഷമായി തീരാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുന്നില്ലേ, നഷ്ടപ്പെടാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ നഷ്ടപ്പെട്ട ഒരുവനെ കുറിച്ച്, തിരിച്ചു വരുന്ന നഷ്ടപ്പെട്ട ഒരു മകനെ കുറിച്ച് സ്വർഗത്തിൽ ഏറെ സന്തോഷമുണ്ടാകുമെന്ന്. പ്രിയമുള്ളവരെ, ആ സന്തോഷം നമുക്ക് ദൈവത്തിന് കൈമാറാം. ആ സന്തോഷത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരാം. നമുക്ക് തിരിച്ചു നടക്കാം. നമ്മുടെ തെറ്റിൻ്റെ വഴികളിൽ നിന്ന് 100 മേനി തന്നെ ഫലമാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.